നമസ്കാരം. ക്യാംലൈറ്റ്സ് ഫാമിലിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞങ്ങളിപ്പോൾ ഇവിടുത്തെ കാര്യങ്ങൾ, അറേഞ്ച്മെൻറ്റ്സ്, മറ്റു കാര്യങ്ങൾ, ഗസ്റ്റ് സർവീസ്, ഇവിടെ നടക്കുന്ന കാര്യങ്ങളൊക്കെ എങ്ങനെയായിരിക്കും എന്നുള്ളൊരു വീഡിയോ ആണ് നമ്മളിവിടെ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമ്മുടെ ഫസ്റ്റത്തെ വീഡിയോ ആണ്. എന്തെങ്കിലും തെറ്റുകുറ്റങ്ങളൊക്കെ ഉണ്ടെങ്കിൽ തെറ്റുകുറ്റങ്ങൾ ഉറപ്പായിട്ടും ഉണ്ടാകും. കാര്യം അതേപോലത്തെ അക്രമമായിരിക്കും. അപ്പോൾ ഇന്നിവിടെ ഒരു ബർത്ത്ഡേ ഫംഗ്ഷൻ ഉണ്ട്. ഞങ്ങളിവിടെ ജസ്റ്റ് അറേഞ്ച്മെൻറ്റ്സും കാര്യങ്ങളാണ് ഞങ്ങളുടെ പുതിയ കോമൺ സെൻറ്ററിൽ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് വൈകിട്ടാകുമ്പോഴത്തേക്കും അത് എങ്ങനെയാവും നോക്കാം അല്ലേ. അപ്പോൾ വന്നോട്ടെ. ഇതിൽ ഈസി ആയിട്ട് കയറി പോരുന്നുണ്ടെങ്കിൽ തല ചുമ നന്നായിരുന്നു തന്നെ കയറ്റിക്കൊണ്ടിരുന്നു. എന്ത് പൊട്ടു? സിനി ഉടുപ്പൊക്കെ മാറണ്ടേ? വൈകിട്ട് ഒരുപാട് ആൾക്കാർ തന്നെ. പിന്നെ മാറാനിരിക്കാൻ പറ്റുമോ? ചാക്കിരുന്നിട്ടായിരിക്കും പൊങ്ങാതെ, മറ്റേ സിനിമയെ പറയുന്ന പോലെ. വീണ പറയണേ. വേഗം വാ ആശാനെ, ചുമ്മാ ഈ ഊടായ്പ കാണിക്കാണ്ട്. ആശാൻ എന്താണ് ടേബിൾ ചോന്നിട്ട് ആശാൻ എന്താണ് പറയാ? ഓ, താങ്കൾ കഴിച്ചോ? ഞാൻ കഴിച്ചു. ഞാൻ കഴിച്ചിട്ടില്ല. പാനപ്പടയെല്ലാം കൂടെ ഒരു ബർത്ത്ഡേ പരിപാടി ഉണ്ട്. അതിനുള്ള വെഞ്ചും സാമാനൊക്കെ ചുമക്കാം. എല്ലാം ചുമക്കണം. കൂടുന്നോ? ബർത്ത്ഡേ നമ്മുടെ ഒരു വേണ്ടപ്പെട്ട ആളുടെ കൂടുന്നോ? വൈകിട്ടാകുമ്പോൾ ഉടുപ്പം മാറി വന്നാൽ പറയാം. ഇപ്പൊ ബെഞ്ച് വെക്കാൻ കൂടുന്നു. കൂടുന്നോ? ഒരു ബെഞ്ചുള്ളൂ. നമുക്ക് രണ്ട് കമ്പ്യൂട്ടറൊക്കെ പറഞ്ഞിട്ട് നോക്കാം. ഞാനിപ്പോ വരുന്നോ? വരില്ലെന്ന് എസ്കേപ്പ് ആവടാ. അത് ചോറിനാൻ പോണോ? മുങ്ങുവാണ്. പണിയെടുക്കാൻ പറഞ്ഞപ്പോഴത്തേക്ക് ചാച്ച മുങ്ങുവാ. പണ്ടേ ഉള്ളതാ ചാച്ചിന്റെ പരിപാടി. Come on guys. പുള്ളി മുങ്ങി. ബാബാ ഏത്? ഞാൻ പഴയാന്നുള്ള കേസ് പിടിച്ചോ. എന്തോ കറക്റ്റ് പഞ്ചാബികളുടെ ലുക്കായി തുടങ്ങിയിട്ടുള്ള സുനി. നീ രാവിലെ മുണ്ടഴിച്ച് കിടക്കണോ? അതെന്ത് പറ്റി? ഇന്ന് മുണ്ട് വേണ്ടാന്ന് വെച്ചേ. അയച്ചു തലേ കെട്ടിയാ പോരായിരുന്നോ? തലേ കെട്ടിയ ഇതിന്റെ മൊത്തത്തിലുള്ള കണ്ടീഷൻ ഒന്ന് വരണം അല്ലേ? മറ്റേ അവര് മാറ്റി കൊണ്ടുവരുന്നല്ലോ പറഞ്ഞേ. ഓക്കെ. ആഹാ, വിശ്രമത്തിലാണല്ലേ. ഇവിടെയുള്ള എലിയെ പിടിക്കാൻ പറഞ്ഞാൽ കേൾക്കൂല. നമുക്ക് മേടിച്ച് വെച്ചേക്കണം ഫുഡ് എടുത്ത് തിന്നാൻ ഒരു കുഴപ്പമില്ല. ചെറ്റ മൊത്തം ഒന്ന് കഴുകി നനച്ചും വിടാം അല്ലേ? ഒന്നുകൂട്ടാ ടയർ നമുക്ക് എടുക്കണ്ടേ? ഒന്നുകൂട്ടാ ആ ടയർ നമുക്ക് കുത്തി കയറണ്ടേ? ഇവിടെ തെറിക്കട്ടെ. ഇതിൻ്റെ അകം ഫുള്ള് നമുക്കൊന്ന് നനച്ച് സെറ്റ് ചെയ്ത് ഒന്നുകൂടെ അടിപൊളിയാക്കി എടുക്കണം. കൂടെ നമ്മളെ ബെഞ്ചിൻ്റെ ഇഷ്ടം എല്ലാം ഒന്ന് പ്രോപ്പറാക്കണം.
വൈകിട്ടാണ് പരിപാടി. അപ്പോൾ അതിന് മുന്നേ സംഭവം സെറ്റാക്കി എടുക്കണം. അവിടെ ഇൻവെർട്ടർ തന്നെയല്ലോ കേട്ടോ, വെള്ളം അടിച്ചടിച്ച്. കേട്ടില്ല? ഇൻവെർട്ടർ നല്ല കോമഡി ആയിരിക്കും. ഇൻവെർട്ടർ എന്താണെങ്കിൽ നല്ല കോമഡി ആയിരിക്കും. ഇന്നുകൂട്ടാ നിന്റെ തൊട പോരാട്ടോ. ഇനി പിന്നെ തൊട രാവിലെ പ്രദർശനത്തിന് വെച്ചേക്കുക. മുണ്ട കഴിച്ചിടന്ന് ഇട നോക്കി അത് ചിരിച്ചേ. ഈ വെയിലും മഴയും കുറുക്കൻ്റെ കല്യാണം പണ്ട് ആരോ പറഞ്ഞിട്ടുള്ളത്. ഹൈ കൊള്ളാലോ. നമ്മുടെ പുതിയ കോമൺ സെൻറ്റർ ഇതാട്ടോ. അതായത് പുതിയ റിസപ്ഷൻ, പിന്നെ അതേപോലെ നമ്മുടെ ഒരു ചെറിയ ഡൈനിങ് ഏരിയ കാര്യങ്ങളെല്ലാം ഇവിടെ. അവിടെയാണ് നമ്മൾ ബർത്ത്ഡേ പരിപാടിക്കുള്ള കാര്യങ്ങളിപ്പോൾ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കണേ. അച്യുതാ പറഞ്ഞേ. എന്ത് സാധനം? വെള്ള വേണ്ട, കളറുള്ള ഏതെങ്കിലും മതി. ബലൂൺ. നിനക്ക് നീലയാണല്ലോ ഇഷ്ടം. നിനക്ക് ഇഷ്ടപ്പെട്ട കളറൊക്കെ മേടിച്ചോന്നേ. ഈ സാധനം ഫ്ലേവറിലൊന്നും കിട്ടില്ലല്ലോ. അപ്പൊ ഫുള്ള് നീലയായിരിക്കും. അത് പിന്നെ ഇഷ്ടപ്പെട്ട കളർ മേടിക്കാൻ പറ്റു കഴിഞ്ഞാൽ. അവനൊരു നീലക്കുയിലാണല്ലേ. അപ്പോൾ നമ്മൾ ബെഞ്ചും ഡെസ്ക് സാധനങ്ങളൊക്കെ ഒന്ന് സോർട്ട് ചെയ്തിട്ടുണ്ട്. അനങ്ങാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള സെറ്റപ്പ് ചെയ്യാനുള്ളേ. ആരും വീഴല്ലേ. അപ്പോൾ ഈ കാണുന്നതാണ് നമ്മുടെ മൊത്തത്തിലുള്ളൊരു അറേഞ്ച്മെൻറ്റ്സ്. ഇനിയും മാറാനുണ്ട്, കുറേ സാധനങ്ങളോട് ചെയ്യും. അതൊക്കെ ആൾക്കാർക്ക് ഇരിക്കാനും ഫുഡ് കഴിക്കാനൊക്കെ ആയിട്ടുള്ള ഒരു സ്പേസ് അറേഞ്ച് ചെയ്തേക്കുന്നതാണ്. ഫുള്ള് നനച്ചു. അല്ല, അതിലേക്ക് നമ്മൾ തുണിയിടും, സെറ്റപ്പ് ചെയ്യും. ഡോണ്ട് വരി. ഇനി എന്താ അടുത്ത പരിപാടി? എടാ നീ എന്താ ചെയ്യണേ? ആൾക്കാർ വീടില്ലല്ലോ അല്ലേ? അത് മതി. ഓക്കെ, സെറ്റ്. ഇനി എന്താ അടുത്ത പരിപാടി? ഇനി അവര് പറഞ്ഞു ലൈറ്റ് സമ്മാനങ്ങൾ കൊണ്ടുവരണം. നമ്മുടെ പരിപാടി ഇതിൻ്റെ അകത്തുള്ള ഓൾമോസ്റ്റ് നമ്മുടെ പരിപാടി. നമ്മുടെ അടുത്ത് മുതലാളി പറഞ്ഞ കേസൊക്കെ നമ്മൾ ചെയ്തിട്ടുണ്ട്. ഇനി അവര് വരണം. ഓക്കെ. അല്ല, നമുക്കിനി വേറെ എന്തെങ്കിലും പരിപാടി ഉണ്ട് ഇതിൻ്റെ അകത്തല്ല, അല്ല പുറത്ത്. എന്താ? മോട്ടർ അടിക്കണം, വെള്ളം അടിച്ച് ഫില്ല് ചെയ്യണം, കുളിക്കണം, ചോറ് കഴിക്കണം. പറയാൻ പറ്റില്ല. ഓ, ഇവനിരിക്കുന്നോണ്ട് പറയാൻ പറ്റില്ലല്ലേ? ഇവനറിയാത്ത സീക്രട്ട്. അവൻ പോട്ടെ, അവന് പറഞ്ഞിടാം. ലൈൻ കട്ട്. നമ്മുടെ ബലൂണും സാധനങ്ങളും ഒക്കെ മേടിക്കാൻ പോയവൻ വന്നുണ്ട്. തെന്നി വീഴില്ല കേട്ടോ. ബലൂണ് കാണിച്ചേ.
ഇതെന്ത് ഇത് ഇത്ര വലിയ ബലൂൺ? ഇത് കാണണം. കോട്ടുണ്ടായിട്ട് കവർനാത്ത് വെച്ചിട്ട് ഒരുത്തൻ മഴയും നനഞ്ഞ് വണ്ടിയും കൊണ്ട് വന്നേക്കുക. മാത്രമേ സാധനം കണ്ടിട്ടുണ്ട്, ആദ്യമായിട്ടാണ് നേരിട്ട് കാണുന്നത്. അർജന്റീന തോറ്റിട്ട് നിനക്ക് വെള്ളയും നീലയും വിടറായിട്ടില്ലല്ലേ? കാലൊന്നും പിടിക്കണ്ട. അർജന്റീന പുതിയ അപ്പീലുമായിട്ട് വരുന്നുണ്ടല്ലോ. നാണമൊന്നുമില്ലല്ലോ. ഒരു നാറിയ രീതിയിൽ തോക്കുകയും ചെയ്തു, എന്നിട്ട് പുതിയ അപ്പീലായിട്ട് വന്നേക്കാം. ഫൈനൽ ഒന്നോടെ നടത്തണം, കളി ശരിയായില്ല, മറ്റേതോ മറിച്ചാന്ന് പറഞ്ഞുകൊണ്ട് മുമ്പിൽ തെറ്റിരിക്കുക, തോക്കുകയും ചെയ്തു. എടാ നിങ്ങൾ ഈ ബലൂൺ വന്ന് ഊതിയാണോ വീർപ്പിക്കാൻ പോണേ? എടാ നമ്മുടെ ബ്ലോവർ എടുത്ത് വെച്ച് അടിച്ചാലും പോരെ? അന്നേരം വലിയ തൊളയാക്കണത്. എടാ പൊട്ടൂടാ, നീ വീർപ്പിക്കല്ലേ? ഇത് വേറെയാ. ഞാൻ വീട്ടിൽ നിന്ന് മറ്റേ സൂന എടുത്തോണ്ട് വരാം. എന്ത് സൂന? വീർപ്പിക്കണ സൂന. വീട്ടിൽ ചോറുണ്ടോ വീട്ടിൽ വിശപ്പോ? വീട്ടിൽ ചോറുണ്ടോ? നീ ഇപ്പഴല്ലേ പുറത്തു പോയിട്ട് വന്നേ? ഞാൻ പിന്നെ കാശ് ലാഭിക്കാനായിട്ട് ഒന്നുമില്ല. വീട്ടിൽ ചോറുണ്ടാവുന്നത്. ചോറ് നോക്കിയിട്ട് വരാം. രണ്ട് ബലൂൺ വീർപ്പിച്ചിട്ട് പോടാ. എന്നിട്ട് തിരിച്ച് കാറ്റ് ഊതി തിരിച്ചു വിട്ടില്ലേ നീ? ഇതന്നെ റെഡ് കിട്ടാൻ ഞാനാ? റെഡ് ഞാൻ ആ കടയിലെ ചേച്ചിയോട് ചേച്ചി പറഞ്ഞേ, റെഡ് മറ്റേ ഈ പെൺപിള്ളേരുടെ കല്യാണത്തിനും ഗേൾ ഫ്രണ്ട്സിന്റെയും ബോയ് ഫ്രണ്ട്സിന്റെ ഒക്കെ കല്യാണത്തിനല്ലേ അതിലും പരിപാടിക്കല്ലേ കൊണ്ടുപോണേ. അങ്ങനെ കളറൊക്കെ ഉണ്ടോ? അങ്ങനെ കളറൊക്കെ ഇനി ആ ചേട്ടന് തോന്നുന്നുണ്ടല്ലോ. റെഡ് മേടിച്ച ആണുങ്ങൾക്ക് വീർപ്പിച്ച ബലൂൺ പൊട്ടി പോകുന്നാണ് താങ്കൾ പറയുന്നത്. എടാ ഇത് അർജന്റീന ഫാൻസിന് അപമാനമാണ്. കളി തോറ്റില്ല എന്തായാലും. പക്ഷെ സ്പിരിറ്റ് ഞങ്ങൾ ഇട്ടിട്ടില്ലല്ലോ. സ്പിരിറ്റ് ഞങ്ങൾ ഇട്ടിട്ടില്ലല്ലോ. കോപ്പ അമേരിക്കയിൽ ഞങ്ങൾ തിരിച്ചു. ഫ്ലെക്സ് ഒക്കെ നേരത്തെ ജർമ്മനി ആയിരുന്നല്ലോടാ. നീ ബലൂൺ വീർപ്പിക്കാൻ നീ ഫ്ലെക്സ് ഒക്കെ കാശ് കൊടുത്തായിരുന്നോ? ബ്രസീലിന് അമ്മ ബലൂൺ വീർപ്പിക്കണേ. മറ്റേ പമ്പില്ലേ ബലൂൺ വീർപ്പിക്കണേ. നീ എന്തിനാണ് ഇടയ്ക്കിടയ്ക്ക് മുടിയെ പിടിച്ച് വലിക്കണേ? ഒരു സുഖം, ഒരു ലൈംഗികത വലിച്ചു പിടിച്ചാണോ നീ നീട്ടണേ? തന്നെ നീണ്ടു വന്നോളൂല്ലോ. നമുക്കത് മൊത്തത്തിൽ ഒന്ന് കട്ട് ചെയ്ത് നോക്കിയാലോ? വേണ്ട വേണ്ട, നമുക്ക് മൊത്തത്തിൽ ആദ്യം ഒന്ന് വളർത്തി വെക്കാം. ബ്ലോവറോ? ആ നീ റീലും കണ്ടോണ്ടിരിക്കുക. ഓക്കെ, സാധനങ്ങളൊക്കെ എത്തിയിട്ടുണ്ട്. ഈ ചീവീടിന്റെ ശബ്ദം കൂടി ഇല്ലാതെങ്കിൽ 24 hours സൗണ്ട്. അത് ചിറകിന്നാണ് സൗണ്ട് ഉണ്ടാങ്ങനെ ചീവീട്. ആരാ? ഫ്രണ്ടാ. എന്നാ പിന്നെ ചോറുണ്ടല്ലോ. ഇപ്പൊ പോയി കഴിക്കാല്ലേ? ഇനി പരിപാടി തിരക്കും കാര്യങ്ങളൊക്കെ ആവുന്നതിന് മുന്നേ. തുടക്കണോ ചേട്ടൻ? ആൾക്കാരുള്ളതല്ലേ? എടാ പുതിയ ഷൂട്ടായിട്ട് ബ്ലാക്ക് ആൻഡ് വൈറ്റ്, ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഷൂട്ട് ചെയ്തു. ശരിക്കുള്ള ഷൂട്ടായിട്ട് കേൾക്കണ്ട. ഷൂ പോളിഷ് വേണം. എന്നിട്ട് അല്ലെങ്കിൽ വെള്ള ഷൂ എടുത്തിടും. എല്ലാരും സുഖം കയറാൻ പോണോ? പഴുത്താണ്ടോ? വൈകിട്ട് ഫ്രീ ആവുകയാണെ വെട്ടി കയറിയാലോ? നോക്കാം. നമ്മുടെ പരിപാടി ഇത് ഫുള്ള് ക്ലിയർ ചെയ്യാലടാ. ഇത് ക്ലിയർ ചെയ്ത് നമ്മുടെ പരിപാടി ഇങ്ങോട്ട് ആക്കാം അല്ലേ? ന്യൂ സ്പേസ് അറൈവിങ് സൂൺ.
ഇതെല്ലാം മാറ്റാനുള്ളത്. ഈ കാണുന്ന കണ്ടീഷനിൽ മാറ്റണം. നമ്മുടെ പുതിയ റിസപ്ഷൻ സെറ്റാക്കിയിട്ടുണ്ട്. ഇതേപോലത്തെ ഇഷ്ടം പോലെ കുപ്പിയൊക്കെ ഇനി ഇതിൻ്റെ അകത്തേക്ക് കയറാനുണ്ട് കേട്ടോ. അതല്ല, ഇതാണ് നമ്മളിപ്പോൾ നിലവിൽ സെറ്റ് ചെയ്തെടുത്തേക്കുന്നത്. ഇതിൻ്റെ മൊത്തത്തിലുള്ള ആംബിയൻസ് മാറ്റണം. ജസ്റ്റ് ഇവിടെ കിടന്ന സാധനങ്ങളൊക്കെ ഒന്ന് അവോയ്ഡ് ചെയ്ത് സെറ്റ് ചെയ്തെടുത്തേ ഉള്ളൂ. ഇതൊരു വേറെ മൂഡിലേക്ക് നമ്മളിത് ചേഞ്ച് ചെയ്തെടുക്കണം. ഇനിയിപ്പോൾ മൂവ് ചെയ്യാനുള്ള അവിടെ നമ്മുടെ ബർത്ത്ഡേ പരിപാടി ഫംഗ്ഷൻ്റെ സാധനങ്ങളൊക്കെയാണ് സെറ്റ് ചെയ്തേക്കണേ. ഈ സാധനമാണ് ഇനി ഞങ്ങൾ എന്ത് ചെയ്യും. പണ്ട് ഉപയോഗിച്ചിട്ട് വന്നിട്ട് പിന്നെ വെട്ടിക്കറി മാറ്റിയതാണ് ഈ സ്റ്റെപ്പൊക്കെ. അപ്പോൾ ഇതിന് എന്ത് ചെയ്യും എന്നാലോചിച്ചിട്ടിരിക്കണം. എന്തെങ്കിലും പരിപാടി കണ്ടെത്താം. പിന്നെ ബർത്ത്ഡേ അറേഞ്ച്മെൻറ്റ്സിൻ്റെ നമ്മൾ ഇപ്പം നിലവിലെത്തി നിൽക്കുന്ന കണ്ടീഷൻ എന്താ ഈ കാണാണ്. വാവ്, സെറ്റ്. രാത്രി ആകുമ്പോഴത്തേക്ക് മൂടൊക്കെ അങ്ങ് മാറും കേട്ടോ. എനിക്ക് കുറേ ബലൂണും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യാനുണ്ട്. സോ ഇനി നമുക്കത് ആ സ്റ്റെപ്പിൻ്റെ പരിപാടി അങ്ങ് സെറ്റ് ചെയ്താലോ. സെറ്റല്ലേ സുനി? ഡബിൾ ഓക്കെ. എടാ എന്തൊരു ഒരു പരിപാടി കൂടി ഉണ്ട്. എന്തൊരു എന്തൊരു ഈ ടേബിൾ അങ്ങോട്ടേക്ക് പിടിച്ചത് ഞാൻ അവിടെ വട്ടം വെച്ച് പൊങ്ങൂടെ സുനി. പിന്നെ അല്ല, അങ്ങനെ തന്നെ വെച്ചോ. ഇത്തിരി കൂടെ പുറം ആ സൈഡിലേക്ക് ഒരു പൊടി കൂടെ. ആ ചക്കരോട് പുറകിലേക്ക്. ആ ഓക്കെ മതി. സെറ്റല്ലേ? അപ്പം ഈ സൈസ് ഓക്കെ. ഇനി കഴിഞ്ഞ് ഞാൻ പാറയിൽ വെള്ളം നിറച്ചിട്ട് വരാം. അപ്പോൾ നമ്മൾ ജസ്റ്റ് വെള്ളം നിറയ്ക്കാൻ വേണ്ടിയിട്ട് ഇവിടെ ഒരു വലിയ വാട്ടർ ടാങ്ക് ഉണ്ട് ഏറ്റവും ഹൈറ്റിലിരിക്കുന്നത്. അപ്പോൾ അതിൽ ഫില്ല് ചെയ്തിട്ട് നമ്മൾ അപ്പുറ സൈഡിൽ നമ്മുടെ ബാക്കി വേറൊരു വലിയൊരു ടാങ്ക് ഉണ്ട്. അപ്പോൾ അതും ഫില്ല് ചെയ്യണം. അപ്പോൾ ഇവിടെ നിറച്ചിട്ട് നേരെ നമ്മളങ്ങോട്ട് നിറയ്ക്കാനായിട്ട് പോകുന്നേക്കണതാണ്. അവിടെ ഫില്ല് ചെയ്തിട്ട് നേരെ ഞാൻ അപ്പുറത്തേക്ക് പോകും. എന്നിട്ട് ഗസ്റ്റൊക്കെ വന്നതിന് മുമ്പ് ഒന്ന് കുളിച്ച് സെറ്റായി ഫ്രഷായി നിൽക്കണം. ഒന്നുമില്ല മോനെ, നിന്നെ കാണാൻ നല്ല രസമുണ്ടല്ലോ. ശരിയാണല്ലോ. അതെ, നീ ഒരു കാര്യം ചെയ്യേ, നീ സുനിയും കൂടെ കൂടിയിട്ട് ബലൂൺ വീർപ്പിച്ച് വെക്കണം. ഞാനും ഉണ്ണിക്കുട്ടനോട് കൂടിയിട്ട് നമുക്ക് എന്തായിരുന്നു പഠിക്കണേ? അതൊന്നും വേണ്ട, ഊതി വീർപ്പിച്ചാൽ മതി. ഒന്നില്ലേ ബ്ലോർ ഇട്ട് വീർപ്പിക്കുക, അല്ലെങ്കിൽ ഊതി വീർപ്പിക്കുക. അധികം ഒന്നും വേണ്ട, ഒരു 10-100 മതി. ആ ഉള്ളതൊക്കെ ഉള്ളത്ര മതി, കുറെ പൊട്ടിപ്പോക്കും. അതെല്ലാം കുട്ടി പൊട്ടിക്കരുത്. ആ അത് അപ്ഡേറ്റ് ചെയ്യണം. ഞങ്ങൾ ഗസ്റ്റിനോട് ഷോഡ മേടിച്ചിട്ടുണ്ട്. അതൊക്കെ ഇവിടെ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കാം മുകളിൽ. അത് ബർത്ത്ഡേക്കാരെ വാ നമുക്ക് ഷോഡ മേടിച്ചിട്ട് വരാം.
ആ പോട്ടെ. എടാ റിസപ്ഷൻ എങ്ങനെയുണ്ട്? സെറ്റല്ലേ? എടാ ബലൂൺ വീർപ്പിച്ചെന്ത്? ആ തീർക്കട്ടെ തീർക്കട്ടെ തീർക്കട്ടെ. ശ്വാസം മുട്ടി ചത്തു. ആ ആ ഒന്നൂടെ 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 ഒന്നൂടെ. ഇനി വേർപ്പിച്ച് കഴിഞ്ഞാൽ പൊട്ടി എന്റെ മുഖത്തിരിക്കും. ആണോ? ആ ഈ കാണുന്നതാണ് നമ്മുടെ ഫൈനൽ ഔട്ട്പുട്ട്. റിസപ്ഷൻ ടെമ്പററി ആയിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇതിലേക്ക് ഇനി കുറേ സാധനങ്ങൾ ആഡ് ഓൺ ഒക്കെ വരും. ലൈവ് കിച്ചൺ പരിപാടി കാര്യങ്ങളെല്ലാം അങ്ങനെ വലിയ പ്രശ്നമാണ്. എനിക്ക് ഈ സാധനം കൊണ്ട് നമ്മൾ ചെടി സെറ്റ് ചെയ്തു. ജോൺസൺ വേണ്ടി പാടാൻ വെച്ച പാട്ടാ ഒന്നും കാണാല്ലോ, അതിന്റെ പാടുക. പിന്നിലോ താരകം മണ്ണിലോ വാരണം തെഞ്ചിലോ